Subscribe now and press the bell icon. Never miss an update. നമസ്കാരം. ജേർണലിസം സീമേറ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് എ യൂസർ മാനുവൽ എന്ന വിഷയമാണ്. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ യൂസർ മാനുവലിൽ അടങ്ങിയിരിക്കുന്നു. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം തുടങ്ങിയ വിവരങ്ങളെല്ലാം യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കവർ. ഇതൊരു പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്നു. ഒരു പ്രൊഡക്റ്റിൻ്റെ പേരോ സീരിയൽ അല്ലെങ്കിൽ മോഡൽ നമ്പർ, ലോഗോ, സ്ലോഗൻ തുടങ്ങിയവയെ കവറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊരു പ്രൊഡക്റ്റിനെയോ കമ്പനിയെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തതായി വരുന്നതാണ് പ്രിക്വേഷൻസ്. ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രിക്വേഷൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. ഡൂസ് ആൻഡ് ഡോൺസ്, എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നതെല്ലാം പ്രിക്വേഷൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. അടുത്തതാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് വ്യക്തികൾക്ക് തങ്ങൾ അന്വേഷിക്കുന്ന വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു. വളരെ വേഗം തന്നെ ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്താൻ ടേബിൾ ഓഫ് കണ്ടൻറ്റ് സഹായിക്കുന്നു. പിന്നീട് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. കസ്റ്റമറിനെ തങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്തതിൽ നന്ദി അറിയിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുക. വെൽക്കം, വാല്യുബിൾ കസ്റ്റമർ എന്ന് തുടങ്ങിയിട്ടുള്ള പോസിറ്റീവ് എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നതോടുകൂടി കസ്റ്റമേഴ്സിൽ നല്ലൊരു മുഖച്ഛായ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അടുത്തതാണ് അബ്രീവിയേഷൻസ്. ഇത് ഷോർട്ട് ഫോംസ് ആണ്. ഷോർട്ട് ഫോംസ് യൂസർ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ വിപുലീകരിച്ച് പറയുന്ന ഒരു ഗ്ലോഷറി യൂസർ മാനുവലിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടായിരിക്കും. വളരെ വലിയ വാക്കുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് ചെറിയ വാക്കുകളിലേക്ക് അവ ചുരുക്കി എഴുതുന്നതിനാണ് അബ്രീവിയേഷൻസ് യൂസർ മാനുവലിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. ഒരു യന്ത്രത്തിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ പാർട്സ് സ്പെസിഫൈ ചെയ്യാനാണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലൂടെ ശ്രദ്ധിക്കുന്നത്. ഡയഗ്രാംസോ മറ്റ് ചാർട്ടുകളോ ഉപയോഗിച്ചുകൊണ്ട് എക്യുപ്മെൻറ്റിൻ്റെ പല ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് എങ്ങനെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാമെന്നതോ അതിൻ്റെ ഭാഗങ്ങൾ അറിയാനും സാധിക്കുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് വാറൻറ്റി. വാറൻറ്റിയിൽ പറയുന്നത് ഒരു കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റിന്മേലുള്ള ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആയിട്ടാണ് വാറൻറ്റിയെ കണക്കാക്കുന്നത്. ഏതെങ്കിലും അവസരത്തിൽ ഒരു പ്രൊഡക്റ്റോ ഒരു എക്യുപ്മെൻറ്റോ വർക്ക് ചെയ്യാത്ത അവസ്ഥയുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനി ഏറ്റെടുക്കുന്നു എന്നതാണ് വാറൻറ്റിയിൽ സൂചിപ്പിക്കുന്നത്. പ്രൊഡക്റ്റിനെ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യും എന്ന വാക്കും വാറൻറ്റിയിൽ ഉണ്ട്. അടുത്തത് ആക്സസറീസ്. യൂസർ മാനുവലിൻ്റെ കൂടെ നൽകുന്ന ആക്സസറീസ് ഒരു ബിസിനസ് മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇയർഫോണുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഒരു യൂസർ മാനുവലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവയെല്ലാമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം സ്ട്രക്ചർ ഓഫ് എ യൂസർ മാനുവൽ എന്നതാണ്. സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കവർ. അതൊരു കമ്പനിയെയോ പ്രൊഡക്റ്റിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് വരുന്നതാണ് പ്രിക്വേഷൻസ്. ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡൂസ് ആൻഡ് ഡോൺസ് പ്രിക്വേഷൻസിൽ കൊടുത്തിട്ടുണ്ടാകും. ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നത് കണ്ടൻറ്റുകളുടെ ഒരു ടേബിളാണ്. വളരെ വേഗം തന്നെ തങ്ങൾ അന്വേഷിക്കുന്ന വിഷയം എവിടെയാണ് എന്ന് കണ്ടെത്താൻ ടേബിൾ ഓഫ് കണ്ടൻറ്റ് സഹായിക്കുന്നു. അതിനുശേഷം വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തതിന് കൺസ്യൂമറിനെ നന്ദി അറിയിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നു. പിന്നീട് വരുന്നതാണ് അബ്രീവിയേഷൻസ്. അത് ഷോർട്ട് ഫോംസുകളാണ്. വായന സുഗമമാക്കുന്നതിന് വേണ്ടി ഷോർട്ട് ഫോംസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഗ്ലോഷറി പിന്നീട് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ വരുന്നതാണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്.
ഒരു എക്യുപ്മെൻറ്റിൻ്റെ പല ഭാഗങ്ങൾ ഡയഗ്രം വഴി സൂചിപ്പിക്കുന്നതാണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. പിന്നെ വരുന്നതാണ് വാറണ്ടി. ഒരു പ്രൊഡക്റ്റിന്മേൽ ഒരു കമ്പനിക്കുള്ള പൂർണ്ണ ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വാറണ്ടി. പിന്നെ വരുന്നതാണ് ആക്സസറീസ്. ഒരു ലിസ്റ്റ് ഓഫ് ആക്സസറീസ് യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ടാകും. വാല്യൂ ആഡഡ് സർവീസുകൾ തങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഒരു കസ്റ്റമറിനെ അറിയിക്കുന്ന വേണ്ടി ഇത് സഹായിക്കുന്നു. ഇവയെല്ലാമാണ് ഒരു യൂസർ മാനുവലിൻ്റെ സ്ട്രക്ചർ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.